നമ്മുടെ പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ പുതിയൊരു ATM കാർഡ് നമുക്കിങ്ങനെ എളുപ്പത്തിൽ ഓൺലൈനായിട്ട് ആക്ടിവേറ്റ് ചെയ്യാം, അതേപോലെ പുതിയൊരു പിൻ നമ്പർ സെറ്റ് ചെയ്യാം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങളോട് തന്നെ പോകാം. അപ്പോൾ ഈ പ്രോസസ്സ് നമ്മളിവിടെ ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ ഒഫീഷ്യൽ മൊബൈൽ ബാങ്കിങ് ആപ്പായിട്ടുള്ള PNB-1 എന്നുള്ള ആപ്പ് മുഖാന്തരമാണ്. അപ്പം ഓൾറെഡി നിങ്ങളിവിടെ രജിസ്റ്റർ ചെയ്തിരിക്കണം. ജസ്റ്റ് ചെറിയൊരു പ്രോസസ്സാണത്. നിങ്ങൾ ആദ്യം ചെയ്ത് തീർക്കുക. അതിനുശേഷം നിങ്ങളുടെ ജസ്റ്റ് ആപ്പ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിൽ അവർ നമ്മുടെ MPIN ചോദിക്കും. അത് കൃത്യമായിട്ട് എൻ്റർ ചെയ്തുകൊണ്ട് നമ്മുടെ ആപ്പിലോട്ടൊന്ന് ലോഗിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ ആപ്പിൻ്റെ ഇൻ്റർഫേസിൽ എത്താനായിട്ട് കഴിയുന്നുണ്ട്. ഇതാണ് നമ്മുടെ ആപ്പിൻ്റെ ഹോം പേജ്. അപ്പോൾ ഈ ഹോം പേജിൽ താഴെ ലെഫ്റ്റ് സൈഡിൽ നമുക്കൊരു സർവീസസ് എന്നുള്ളൊരു ഏരിയ കാണാനായിട്ട് കഴിയും. അതിൽ ടൈപ്പ് ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ സർവീസസ് എന്നുള്ള ഏരിയയിലെത്തും. ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് കാണാം. ഇതിൽ രണ്ടാമതായിട്ട് നമുക്ക് ഡെബിറ്റ് കാർഡ്സ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ ആ ഓപ്ഷനിൽ നമ്മൾ കൃത്യമായിട്ട് ടാപ്പ് ചെയ്യുക. അപ്പോൾ താഴെ ഒരുപാട് ഓപ്ഷൻസ് ഇത്തരത്തിൽ വീണ്ടും ഇനേബിൾ ആയിട്ട് വന്നത് കാണാം. ഇതിൽ നമുക്ക് താഴെയായിട്ട് ജനറേറ്റ് ഗ്രീൻ പിൻ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ടാപ്പ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ശേഷം നമ്മൾ ജസ്റ്റ് വെയിറ്റ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഇത്തരത്തിൽ ജനറേറ്റ് ഗ്രീൻ പെൻ എന്നുള്ള ഏരിയയിലോട്ട് എത്താനായിട്ട് കഴിയും. അപ്പോൾ ഇവിടെ നമുക്ക് താഴെ ഒരു നോട്ട് കാണാനായിട്ട് കഴിയും. കൃത്യമായിട്ട് തന്നെ നമുക്കിപ്പോൾ ഇവിടെ നമ്മുടെ ഡെബിറ്റ് കാർഡ് ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് ഒരു OTP നമുക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ആ OTP ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിൽ നിന്ന് ഒരു SMS താഴെ കാണുന്ന വിധത്തിൽ അയക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമുക്കിവിടെ കാണാനായിട്ട് കഴിയും 3 കാറ്റഗറീസ് ഓഫ് അക്കൗണ്ട് ഹോൾഡേഴ്സ് അല്ലെങ്കിൽ ATM കാർഡ് ഹോൾഡേഴ്സാണ് നമുക്കിവിടെ ഉള്ളത്. ഒന്നാമത്തേത് ഫോർ ഡൊമസ്റ്റിക് കസ്റ്റമേഴ്സ് ഇൻ ഇന്ത്യ എന്നുള്ള കാറ്റഗറിയാണ്. രണ്ടാമത്തേത് ഫോർ ഡൊമസ്റ്റിക് കസ്റ്റമേഴ്സ് അബ്രോഡ് എന്നുള്ള കാറ്റഗറിയാണ്. ആൻഡ് മൂന്നാമത്തെ കാറ്റഗറി വരുന്നത് ഫോർ കസ്റ്റമേഴ്സ് വിത്ത് ഇൻ്റർനാഷണൽ മൊബൈൽ നമ്പേഴ്സ് എന്നുള്ള ഒരു കാറ്റഗറിയാണ്. അപ്പോൾ മൂന്നാക്കും ചെറിയ മാറ്റങ്ങളോടെയാണ് നമ്മളിവിടെ ടെക്സ്റ്റ് മെസ്സേജ് അയക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കുക. ഞാനിവിടെ ജസ്റ്റ് ആ ഫസ്റ്റ് ഏരിയയിലുള്ള നമ്മുടെ ഡൊമസ്റ്റിക് കസ്റ്റമേഴ്സ് ഇൻ ഇന്ത്യ എന്നുള്ള അതിൽ കേന്ദ്രീകരിച്ചാണ് കാര്യങ്ങൾ പറഞ്ഞ് തരാനായിട്ട് പോകുന്നത്. അപ്പോൾ ആ ഏരിയയിൽ നമ്മളിവിടെ ചെയ്യേണ്ടത് നമുക്കിവിടെ ഒരു നമ്പർ കാണാം താഴെ. ആ നമ്പറിലോട്ട് കൃത്യമായിട്ട് തന്നെ നമ്മുടെ ബാങ്കിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിലോട്ട് ഇവിടെ കാണുന്ന വിധത്തിൽ ഒരു SMS അതായത് ടെക്സ്റ്റ് മെസ്സേജ് അയക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ള കാര്യമാണ്. അതിനുശേഷം നമുക്കൊരു OTP ലഭിക്കും. ആ OTP നമുക്ക് തുടർ പ്രവർത്തനത്തിന് ആവശ്യമായിട്ട് വരുന്നുണ്ട് എന്ന് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് ഇനി നമ്മുടെ മൊബൈലിനകത്തുള്ള SMS സെക്ഷനിലോട്ടൊന്ന് പോയിട്ട് ഞാനിവിടെ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നത് പോലെ കൃത്യമായിട്ട് ടൈപ്പ് ചെയ്യുക. അതായത് ഒരു SMS അയക്കുക. നമ്പറും ഇവിടെ കൃത്യമായിട്ട് ഞാൻ സ്ക്രീനിൽ കാണിക്കാം. ഇത് ഞാൻ പറയുന്നത് ഡൊമസ്റ്റിക് കസ്റ്റമേഴ്സ് ഇൻ ഇന്ത്യ എന്നുള്ള കാറ്റഗറി കേന്ദ്രീകരിച്ചാണ്. മറ്റേത് നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. അതേപോലെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആ നമ്പറിലോട്ട് ടൈപ്പ് ചെയ്ത് വിട്ടാൽ മാത്രം മതി. കൃത്യമായിട്ട് നമ്മൾ ടൈപ്പ് ചെയ്ത് കഴിയുമ്പോൾ ജസ്റ്റ് കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്കൊരു OTP നമ്മുടെ മൊബൈൽ നമ്പറിലോട്ട് ഒരു 6 അക്ക OTP നമ്മുടെ മൊബൈൽ നമ്പറിലോട്ട് വരുന്നതാണ്. ആ മെസ്സേജ് അയച്ച് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ അപ്പോൾ ആ OTP നമ്മൾ കൃത്യമായിട്ടൊന്ന് നോട്ട് ചെയ്ത് വെക്കേണ്ടതായിട്ടുണ്ട്. ശേഷം നമ്മൾ വീണ്ടും നമ്മുടെ PNB-1 ആപ്പിലോട്ട് തന്നെ ഒന്ന് കയറുക. അപ്പോൾ നമുക്ക് സെയിം ആ ഏരിയയിൽ തന്നെ എത്താനായിട്ട് കഴിയും. അപ്പോൾ ഇവിടെ നമ്മൾ മുകളിൽ അക്കൗണ്ട് നമ്പർ എന്നുള്ള ഏരിയയിൽ ജസ്റ്റ് ആ റൈറ്റ് സൈഡിലുള്ള എയറോയിൽ ടാപ്പ് ചെയ്തുകൊണ്ട് നമ്മുടെ അക്കൗണ്ട് നമ്പർ ഇവിടെ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ജസ്റ്റ് ഇവിടെ അത് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് താഴെ ഇത്തരത്തിൽ കണ്ടിന്യൂ എന്നുള്ള ഏരിയ ഇനേബിൾ ആയിട്ട് വരുന്നത് കാണാം. അതിൽ ടാപ്പ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ള ഒരു ഏരിയയിലോട്ട് എത്തും. അപ്പോൾ ഇവിടെ നമുക്ക് കൃത്യമായിട്ട് മുകളിലുള്ള ആ ബോക്സിൽ അക്കൗണ്ട് നമ്പർ കാണാം. താഴെയുള്ള കാർഡ് നമ്പർ എന്നുള്ള ഏരിയയിൽ നമ്മുടെ ATM കാർഡിൻ്റെ അവസാനത്തെ 4 അക്ക നമ്പേഴ്സ് ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിന് താഴെയുള്ള ആ ബോക്സുകളിൽ എക്സ്പയറി മന്തും എക്സ്പയറി ഇയറും ഒക്കെ നമുക്ക് കാണാം. ആ ഏരിയയിലൊക്കെ കൃത്യമായിട്ട് തന്നെ നമ്മുടെ ATM കാർഡിൻ്റെ പുറത്ത് ആ ഡീറ്റെയിൽസ് കാണാം. എക്സ്പയർ മന്തും എക്സ്പയർ ഇയറൊക്കെ അത് നോക്കിയിട്ടൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് നിങ്ങൾ കൃത്യമായിട്ട് തന്നെ. ഇനിയിപ്പോൾ അതിൻ്റെ താഴെയുള്ള ബോക്സിലായിട്ട് നമുക്ക് കൃത്യമായിട്ട് തന്നെ കാണാനായിട്ട് കഴിയുന്നുണ്ട് നമ്മളോട് നമുക്ക് OTP ആയിട്ട് വന്നിട്ടുള്ള ആ 6 അക്ക പിൻ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ആ നമ്പർ കൃത്യമായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മൾ താഴെയുള്ള ആ കണ്ടിന്യൂ എന്നുള്ള ഏരിയയിൽ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ശേഷമുള്ള ഏരിയയിലായിട്ട് നമുക്ക് കൃത്യമായിട്ട് മുകളിലെ ബോക്സിൽ അക്കൗണ്ട് നമ്പർ കാണാം. താഴെയുള്ള ബോക്സിൽ നമ്മുടെ ATM കാർഡ് നമ്പർ കാണാം. അപ്പോൾ അതിനുള്ള താഴെ ബോക്സിലാണ് കൃത്യമായിട്ട് നമ്മുടെ എൻ്റെ ന്യൂ പിൻ എന്നുള്ള ഏരിയ കാണാനായിട്ട് കഴിയുന്നത്. നമ്മുടെ ATM കാർഡിൻ്റെ പുതിയ പിൻ നമ്പർ സെറ്റ് ചെയ്ത് കൊടുക്കാനാണ് ഇവരിവിടെ പറയുന്നത്. നിങ്ങളിവിടെ കൃത്യമായിട്ട് സെക്യൂർഡ് ആയിട്ടുള്ള നിങ്ങളുടെ ഓർമ്മയിലിരിക്കുന്ന ഒരു 4 അക്ക പിൻ നമ്പർ തന്നെ സെറ്റ് ചെയ്യുക. ശേഷം അതിന് താഴെയുള്ള കൺഫേം പിൻ ന്യൂ പിൻ എന്നുള്ള ഏരിയയിൽ ഒരു തവണ കൂടി ആ സെയിം പിൻ നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം സബ്മിറ്റ് ചെയ്യുന്നതോടെ ഈ പ്രോസസ്സ് ഇവിടെ സക്സസ്ഫുൾ ആയിട്ട് തന്നെ അവസാനിക്കുന്നതാണ്. നമ്മുടെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തു പോവുക. അതേപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു പോകുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കുക.